നന്നായിട്ടുണ്ടല്ലേ? കൊള്ളാട്ടോ. എങ്ങനെയാ അതൊക്കെ? നീയാണോ ഇത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നല്ല കാണാൻ എന്തൊരു രസമുണ്ടല്ലേ? ഭംഗിയാ. ദാ ഈ ഫോട്ടോ കണ്ടല്ലേ? എന്തൊരു ക്യൂട്ടല്ലേ? എന്റെ ഭാര്യ എപ്പോഴും ക്യൂട്ടല്ലേ? ഉം. ആ ഫോട്ടോ കണ്ടോ? ഉം. അദ്ദേഹം പോയി. അതാ താഴത്തെ ഫോട്ടോ. നീ ഇരിക്കാനല്ലേ പറഞ്ഞു. ഏയ് ഉം. എന്ന് വെച്ച് അങ്ങോട്ട് മാറിയിരിക്കില്ലേ, ഇവിടെ തന്നെ ഇരിക്കുക. ഇനി ആരെങ്കിലൊക്കെ ഇങ്ങോട്ടേക്ക് വന്നാൽ വീണ്ടും അതുപോലെയൊക്കെ ചെയ്യേണ്ടി വരും. മാഡം എനിക്കൊരു ഡൗട്ട്. എന്താ? നമ്മൾ എന്തുകൊണ്ട് സ്ക്രിപ്റ്റ് പേപ്പറോ ഡയലോഗ് പേപ്പറൊക്കെ വെച്ച് റിഹേഴ്സൽ ചെയ്തൂടാ? ഇതാ നോക്ക്, ഇത് റിയൽ ആയിട്ട് ചെയ്യുന്ന പോലത്തെ റിഹേഴ്സലാ. ഓക്കെ, സിനിമ തുടങ്ങുമ്പോൾ മാത്രമേ സീൻ പേപ്പറും സ്ക്രിപ്റ്റും ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാറുള്ളൂ. മനസ്സിലായോ? ശരി മാഡം. ഉം. അയ്യോ ആ. നിത്യമേ, എന്തിനാ നിങ്ങൾ അടുക്കളയിലേക്ക് വന്നത്? എന്താ വേണ്ടെന്ന് പറഞ്ഞോളൂ, ഞാൻ ഉണ്ടാക്കി തരാം. ഒന്നുമില്ല ചേച്ചി, അവന് തലവേദന ആയതുകൊണ്ട് ചായ വേണമെന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കാന്ന് കരുതി. എടി ഉം. എന്റെ ഭാര്യയെ, എടി ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? ചായ എടുക്കാൻ എത്ര ആ, നേരം? അതൊക്കെ റെഡിയായി. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ. കപ്പിലെടുത്ത് ഒഴിച്ചാൽ മാത്രം മതി. കനകാമേ, ഇവള് വഷളാക്കാൻ നിങ്ങളാണ് കാരണം. എന്താ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെന്താ കനകാമേ? എന്ത് ചോദിച്ചാലും കനകാമ അത് ഇട്ട് തരും, കനകാമ ഇത് ഇട്ട് തരും, കനകാമ രാവിലെ ചായ ഇട്ട് തരും. ഇവൾക്ക് ഇതുവരെയായിട്ട് ഒരു ചൂടുവെള്ളം പോലും ഇടാറില്ല, അറിയോ? ചെല്ലം കൊടുത്ത് വളർത്തിയതാ ഞങ്ങള്. ഇതൊട്ടും ശരിയല്ല. ഒരു ചായ ഇടാൻ എത്രയും സമയം എടുക്കുന്നത് കണ്ടോ? എന്ത് ചെയ്യാനാ? പഠിപ്പിച്ചു കൊടുത്താലേ പറ്റൂ. നിത്യമേ, നിങ്ങൾ രണ്ടാളും പോയി സോഫയിൽ ഇരിക്കൂ, ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുവരാം. ചെല്ലു. ഹും. ഉം. വരുന്നുണ്ട്. ഒറ്റൊരെണ്ണം. നിത്യമേ, ആ. ഉള്ള പാലിലൊക്കെ ചായപ്പൊടി എടുത്തിട്ടായിരുന്നു അല്ലേ? ആ, ഞാൻ വേറെ പാല് വാങ്ങിക്കൊണ്ടുവന്ന് ചുക്കിട്ട പാലുണ്ടാക്കി തരാം. സാർ ഈ ചായ എടുത്തോളൂ. എനിക്കും ചായ തന്നെ മതി. നിങ്ങൾ ചായ കുടിക്കാറില്ലല്ലോ. ഇവൻ കുടിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ കുടിച്ചാൽ എന്താ? എന്തോ പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് ശരിക്ക് കേട്ടില്ല. അത് പിന്നെ കനകേച്ചി, ആ. ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇനി തൊട്ട് ഞാനും കൂടെ ശീലിക്കണ്ടേ? ഉം, ശരി ശരി. എന്നാ ഞാൻ അച്ഛന് ചായ കൊണ്ടുപോയി കൊടുക്കട്ടെ. ഉം. ഉം. എന്റെ അമ്മോ. മാഡം 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 ഷ്, എന്താ? മാഡം കനക. ശരി ശരി. ഒന്ന് അടങ്ങിയിരിക്ക്. എന്തടി? എന്തുവാണ്? ഒന്ന് എടാ എടാ, എന്തേ കാണിക്കുന്നേ? നേരം വെളുത്തല്ലേ? ആ, ഞാൻ നിന്നെ നുള്ളുവാണെങ്കിൽ നീ എന്നെ നുള്ളുവല്ലേ? ഉം. എടി, നീ എന്നെ നുള്ളിയതിനെ ഞാൻ നിന്നെ നുള്ളു. ആ, അതെ അതെ, നിനക്ക് ഈ പറച്ചില് മാത്രമേ ഉള്ളൂ. എടി, നീ എന്നെ കൂടുതൽ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടേ. ശരി, ഉം. എപ്പോഴും പോലെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഓക്കേ. പോയി ചായ എടുത്തോണ്ട് വാ, ചെല്ല്. ആ, ആ, ചായയാണോ? അത് ആ. കുറച്ചു കഴിഞ്ഞാൽ കനകേച്ചി എന്നെ കൊണ്ടുവരും. ഏ? വാങ്ങിച്ചു കുടിച്ചോ. എടി, ഞാൻ നിന്നോട് ചായ പറഞ്ഞ കനക കൊണ്ടുവരുന്ന പറയാണോ? എടി, ഞാൻ നിന്നെ വിടില്ലടി. എടി, നിക്കടി. എടി, വിജയ്, എടി, നിക്ക. എടി, ഓടലടി. എടി, നിക്ക. ഹേയ്, ഇല്ല, ഓടല്. ഇല്ല. ഹേയ്, നീ ഓടി വിജയ്, എവിടുന്ന് വിജയ്, വിചാരിച്ചോ? ഒന്ന് വിട്. എടി, ഓടലടി. വിജയ്, ഇപ്പൊ എന്റെ കൈ കിട്ടിയില്ലേ? ഇങ്ങനെ happy ആക്കി വെക്ക്. എടി, ഞാൻ നിന്നെ ഹാപ്പി നോക്കുന്നത് പിന്നെ വേറെ ആരും നോക്കുക. ശരി, അതൊക്കെ വിട്. വിജയ്, ചെല്ല്, please, ചെല്ല്, please. ചെല്ല്, ചായ എടുത്തോണ്ട് വാ, ചെല്ല്. നന്നായിട്ട് ചെല്ല്, ചെല്ല്, വേണം. പെട്ടെന്ന് എടുത്തോണ്ട് വാ, ചെല്ല്. വിജയ്, ഇപ്പൊ പോയില്ലെങ്കിലേ ഞാനത് നുള്ളി വെക്കും, പറഞ്ഞേക്കാം. എന്റെ ക്ഷമ വെറുതെ കളയല്ലേ, പറഞ്ഞേക്കാം. എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കട്ടെ. കനകേ, ആ പേപ്പർ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയോ? ആ, ഇപ്പൊ കൊണ്ടുവരാം സാറേ. ഇതാ സാറേ. എന്താ കനകേ ഒരുമാതിരി ചിരിച്ചോണ്ട് വരുന്നേ? ഏ? കാര്യം എന്താന്ന് പറഞ്ഞാ രണ്ടുപേർക്കും ചേർന്ന് ചിരിക്കാമല്ലോ. അതൊന്നുമല്ല സാറേ, ആ, അത് പിന്നെ ആ. എന്താണെങ്കിലും പറയേ.
എനിക്കിപ്പോഴാണ് സന്തോഷായിട്ടുള്ളത്. നമ്മള് നിത്യാമ്മ എങ്ങനെ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് വിചാരിച്ചോ അതുപോലെയൊക്കെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതെ കനകെ, അവര് രണ്ടുപേരും ഇതുപോലെ സന്തോഷമായിട്ടായിരുന്ന എനിക്ക് അത് തന്നെ മതിയല്ലോ. അതെ സാറേ, എനിക്ക് തോന്നുന്നത് ആ സാറ് നമ്മുടെ മോളെ നന്നായി നോക്കുന്നുണ്ട്. നമ്മുടെ നിത്യാമ്മയും ഇപ്പൊ നല്ല സന്തോഷത്തിലാ. എനിക്കിത് കാണുമ്പോ സന്തോഷം സഹിക്കാൻ വയ്യ. ഇതേ സന്തോഷം അവരുടെ ആയുഷ്കാലം മുഴുവനും വേണം. എനിക്ക് അത് മാത്രം മതി കനകെ. രണ്ടുപേരും കൂടി പെട്ടെന്ന് എനിക്കൊരു പേരക്കുട്ടിയെ തന്നാ ഞാൻ അതിനെയും കൊഞ്ചിച്ചോണ്ടിരുന്നോളൂല്ലോ. ഇതുപോലെ സാർ എന്നും സന്തോഷത്തോടെ ഇരിക്കും. ആ എന്നാ ഞാൻ താഴെ പോയി ജോലി നോക്കട്ടെ. എന്റെ മോൾ ഇതുപോലെ സന്തോഷായിട്ടിരുന്ന എനിക്ക് അത് തന്നെ ധാരാളം. മാഡം, ഉം. എനിക്ക് ഇത്രയും ശമ്പളം തരുന്നില്ലേ? എന്റെ ആക്ടിങ് ഓക്കെ അല്ലേ? അതൊക്കെ ഓക്കെയാണ്. ആ. പക്ഷെ ഇവിടെ ഞാൻ പറയാത്തതൊന്നും നീ ചെയ്യാൻ നിൽക്കരുത്, കേട്ടല്ലോ? ശരി മാം. നീ അഭിനയിക്കുകയാണെന്ന് ഇവിടെയുള്ള ആർക്കും മനസ്സിലാവരുത്. ഉം. ആവേശം മുതൽ നീ ഓരോന്ന് കാണിച്ചു കൂട്ടണ്ട. അങ്ങനെയൊന്നും ചെയ്യില്ല മാഡം. എന്നോട് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അതിരിക്കട്ടെ മാം, ഈ അച്ഛന്റെ ക്യാരക്ടറിനെ എവിടുന്നാണ് കിട്ടിയത്? എന്റെ അമ്മോ, അങ്ങേര് ശരിക്കും സുഖമില്ലാത്ത ഒരാളെ പോലെ അഭിനയിക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. എന്തൊരു അഭിനയാന്നേ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, അവരൊക്കെ വലിയ ആർട്ടിസ്റ്റാ. നീ നന്നായിട്ട് അഭിനയിച്ചാ നിനക്കും അതുപോലൊക്കെ ആവാം. ശരി മാഡം. ശരി, ഞാൻ ഉറങ്ങാൻ പോവാ. നീ എന്നത്തെയും പോലെ താഴെ തന്നെ കിടന്നു. പിന്നെ വേറൊരു കാര്യം, ഈ വീട്ടിലെ എന്റെ അനുവാദം ഇല്ലാണ്ട് നീ ആരോടും ഒന്നും ചോദിക്കാനും പാടില്ല, സംസാരിക്കാനും പാടില്ല. മാഡം മനസ്സിലായോ? എത്ര തവണയാ പറയാ? ഞാൻ നോക്കിക്കോളാം മാഡം. ഓക്കെ. മാം, പിന്നെ എന്റെ ആക്ടിങ് കൺവിൻസും തരാന്ന് പറഞ്ഞിരുന്നു. ശരിയാണല്ലോ. ശരി, ഞാൻ നാളെ രാവിലെ അയക്കാം. ശരി, നീ പോയിക്കോ, എനിക്കൊന്ന് ഫോൺ ചെയ്യണം. ശരി മാഡം. നിത്യോ? ഹലോ. എടി രേവതി, നീ തന്ന ഐഡിയ ശരിക്കും അടിപൊളിയാണെടി. കുറച്ച് ദിവസത്തേക്കും കൂടെ ഇതുപോലെ തന്നെ അഭിനയിച്ചാൽ മാത്രം മതി. എന്റെ അച്ഛനെ എല്ലാ സ്വത്തും എന്റെ പേരിലേക്ക് തന്നെ മാറ്റി തരും. അതിനുശേഷം ആ പയ്യനും ഒരു എമൗണ്ട് ഒന്ന് സെറ്റിൽ ചെയ്ത് കൊടുത്തിട്ട് വല്ല സിനിമയിൽ അവന് വല്ല ചാൻസ് വാങ്ങിച്ചു കൊടുത്താലുണ്ടല്ലോ, ഓൾ പ്രോബ്ലം സോൾവ്ഡ്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ. മുരളി, ഒരു നിമിഷം ഒന്ന് ഹോൾഡ് ചെയ്യ. ഇതൊക്കെ ഒരു ചെറിയ കാര്യമല്ലേ, നീ ആവശ്യമില്ലാതെ പേടിച്ചു പോയത്. അവൻ ശരിക്കും നല്ലൊരു ആക്ടറാണെടി. വന്നിട്ട് ഇത്രയും ദിവസങ്ങളായിട്ടും അവന്റെ കാര്യത്തില് അച്ഛനും കനകേച്ചിക്കും ഒരു ഡൗട്ട് പോലും ഇല്ല. സൂപ്പർ ഡി. നീ ആ പയ്യനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട, അവനെ ഞാൻ നോക്കിക്കോളാം. നീ എന്റെ കാര്യം മാത്രം നോക്കിക്കോ. ശരിയടി. എത്രയും പെട്ടെന്ന് അച്ഛനോട് സ്വത്തിന്റെ കാര്യങ്ങളെ പറ്റി സംസാരിച്ചിട്ട് ഞാൻ നിനക്ക് അപ്ഡേറ്റ് ചെയ്യാം.